ഇനി ഇമാം മഹദി വരും റളിയല്ലാഹു അൻഹു. അവർ വിധി പറയുന്നത് അവർക്കൊന്നും വേണ്ട, എന്ത് മാത്രം മതിയാവും? ഖുർആൻ. ഈ ലോകത്ത് ഇന്ന് വരെ ഒരാൾക്ക് കണ്ടെത്താൻ കഴിയാത്ത വിജ്ഞാനങ്ങൾ ഈ കിതാബിൽ നിന്ന് ആര് കണ്ടെത്തും? ഇമാം മഹദി കണ്ടെത്തും. അവർ ഹാഫിദുൽ ഖുർആനായിരിക്കും, ഖുർആൻ മനപ്പാടുള്ളമാനായിരിക്കും. നമ്മൾ ജീവിതത്തിൽ കേൾക്കാത്ത അർത്ഥമായിരിക്കും അവർ പറയാം, അത് കൃത്യമായിരിക്കും. മനസ്സിലോട് പറഞ്ഞത്. അപ്പോൾ അത് വഹയില്ലാത്തൊരു വ്യക്തിയാണ്, ആ വ്യക്തിക്ക് വഹയില്ല. അപ്പോൾ വഹയുള്ള റസൂലുള്ളാഹിക്ക് ഇതിൽ നിന്ന് കിട്ടിയ വിവരം എത്രയായിരിക്കും? നാം വിജയിച്ചു. ഒരു രഹസ്യമുണ്ട്. ആ രഹസ്യം ഇസ്ലാമിൽ നോക്കാം. ലോകാവസാനം വരെ വരുന്ന നബിയാണെങ്കിൽ ലോകാവസാനം വരെയുള്ള മുഴുവനും ഖുതൂബകൾ, വിഷയങ്ങൾ, ഇഷ്യൂസുകൾ എല്ലാം ആർക്കറിയണം? നബിക്ക്. ഇല്ലെങ്കിൽ നബി അക്കാലത്ത് മാത്രം നബിയാണ് നമ്മൾ പറയേണ്ടി വരും. നമ്മൾ ലോകാവസാനം വരെ നബിയാണെങ്കിൽ ലോകാവസാനം വരെയുള്ള പ്രശ്നങ്ങൾ ആർക്കറിയണം? പറയാൻ കൂടി. അതുകൊണ്ടാണ് കവാഖിൽ ഖദ്രി അന്ന് പറഞ്ഞത്. ഇന്ന് നമ്മൾ എന്ത് വ്യാഖ്യാനിക്കുന്നത്? വിമാനം നബി കണ്ടിട്ടാണ് പറഞ്ഞത്. ഇനി ഞാൻ കാണുക. وماذا على برهامة ما بحبه كريم جميل الخلق ما قط يغلظ فليس علي اللوم في ذكر وصفه وإن كنت لا أغني فتيلا نقلل. ظفرنا നാം വിജയിച്ചു ബിസിരിൻ, ഒരു രഹസ്യം കൊണ്ട്. അതല്ലേ അടുത്ത വരി 54 രഹസ്യം കൊണ്ട് നാം വിജയിച്ചു. ഖബലന, നമുക്ക് മുമ്പ് ലൈസ യഹ്ഫളു, അത് ഹിഫ്ള് ചെയ്യപ്പെട്ടതല്ല. അത് ഒരുക്കി കൂട്ടി ഒരാൾക്കും നൽകപ്പെട്ടതല്ല. അത് നമുക്ക് മുമ്പ് ആർക്കും അത് നൽകപ്പെട്ടതല്ല. ഇതിന് ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട്. ഒരു വ്യാഖ്യാനം ഇസ്ലാം എന്ന അതായത് പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകപ്പെട്ട ആ ഇസ്ലാം, ആ ശരീഅത്ത്, ആ ദീൻ, അത് രഹസ്യമാണ്. ആ രഹസ്യം ലൈസ യഹ്ഫളു, മുമ്പൊരാൾക്കും ഹിഫ്ളായി നൽകപ്പെട്ടിട്ടില്ല. ഒരാളുടെയും ഖുവത്ത് ഹിഫ്ളിലേക്ക്, ഒരാളുടെയും മെമ്മറിയിലേക്ക് അത് നേരത്തെ നൽകപ്പെട്ടതല്ല. നമ്മൾ അതുകൊണ്ട് ജയിച്ചു, ഒരർത്ഥം. 2, ഗഫിർന, നാം വിജയിച്ചു ബിസിരിൻ, ഒരു ഖുർആനുണ്ട്, അത് രഹസ്യമാണ്. ലൈസ യഹ്ഫളു ഖബ്ലന ലൈസ യഹ്ഫളു, അതിൻ്റെ ഒരു ഹിഫ്ള് മുമ്പൊരു ജനതക്ക് നൽകപ്പെട്ടിട്ടില്ല. അതായത് അതാരുടെയും മെമ്മറിയിലേക്ക് മുമ്പ് ഖുർആൻ എന്ന രഹസ്യം നൽകിയിട്ടില്ല. നമുക്ക് കിട്ടി, നാം അതുകൊണ്ട് വിജയിച്ചു. അതിലെന്താ ഉള്ളത്? അതിൽ ജവാമിഉൽ കലിമാണ്, എല്ലാം ഉണ്ട്. എല്ലായത് അതെന്താ? അൽ മുജമ്മഉ അൽ ഇൽമുൽ മുജമ്മഉ ബിൽ വഹ്യി അല്ലദീ ഖബ്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തങ്ങൾക്ക് മുമ്പുള്ള എല്ലാ വഹ്യിൻ്റെയും മുജമ്മഅാണ് എന്ത്? ഖുർആൻ. അതും അതിലുണ്ട്, അതല്ലാത്തതും അതിലുണ്ട്. ഇപ്പം തൗറാത്തിൽ എന്താ ഉള്ളത്? അതെല്ലാം ഖുർആനിലുണ്ട്. ഇഞ്ചീലിൽ എന്താ ഉള്ളത്? അതെല്ലാം ഖുർആനിലുണ്ട്. സബൂറിൽ എന്താ ഉള്ളത്? അതെല്ലാം ഖുർആനിലുണ്ട്. അമ്പിയാക്കൾക്കുള്ള, പഴയ കാലത്ത് അമ്പിയാക്കൾക്കുള്ള വഹ്യികൾ എന്താണ്? അതെല്ലാം ഖുർആനിലുണ്ട്. നമുക്കത് കണ്ടുപിടിക്കാൻ കഴിയും. അതായത് ഈ ഉമ്മത്തിൽ അത് കണ്ടുപിടിക്കുന്ന മഹാന്മാർ ഏത് കാലത്തും ഉണ്ടാവും. അപ്പം തൗറാത്തിലുള്ളത് ഒരു മുഅ്മിനായ മനുഷ്യൻ, ഇപ്പം തൗറാത്ത് മാറ്റി തിരുത്തപ്പെട്ടല്ലോ എന്നതുകൊണ്ട് ഒരു മുസ്ലിമിന് പേടിയില്ല. എന്തുകൊണ്ട്? ആ വിജ്ഞാനവും അതിലപ്പുറവും എന്തിലുണ്ട്? ഖുർആനിലുണ്ട്. ഹദീസ് നഷ്ടപ്പെട്ടല്ലോ എന്നതിൻ്റെ പേരിൽ ഒരുപാട് ലക്ഷക്കണക്കിന് ഹദീസ് നഷ്ടപ്പെട്ടു. അതിൽ ഒരു പേടിയുമില്ല. എന്തുകൊണ്ട്? അതെല്ലാം എന്തിലുണ്ട്? ഖുർആനിലുണ്ട്. അതാകട്ടെ ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹഫിദ്, അത് നഷ്ടപ്പെടുകയുമില്ല. പിന്നെന്താ പഠിക്കുന്നത്? ഇതിൻ്റെ അർത്ഥം എന്തെന്നാൽ നമ്മൾ ഇതിന്ന് മനസ്സിലാക്കുന്ന വാക്കാർത്ഥമാണ് ഈ പറയുന്നത് എന്ന് വിചാരിക്കരുത്. നമ്മൾ ഖുർആനിൽ കൊണ്ട് വെക്കുന്ന ഒരു വാക്കാർത്ഥമാണ് ഈ പറയുന്നതെന്ന് വിചാരിക്കരുത്.
അത് അത്രത്തോളം വറാസിഖൂന ഫിൽ ഇൽം, വിജ്ഞാനത്തിൽ റസഖ, അത്രത്തോളം ലബ്ധപ്രതിഷ്ഠരായ മഹാന്മാരുണ്ട്. അവർക്ക് മനസ്സിലാവും, അവരെന്നുമുണ്ട്. അവർ നമ്മളെ മുന്നിലുണ്ടായാലും ഇല്ലെങ്കിലും ഉണ്ട്. അതാത് കാലഘട്ടത്തിൻ്റെ വിവരങ്ങൾ അവരിലൂടെ ലഭിക്കുകയും ചെയ്യും, ഉമ്മത്തിന് ലഭിക്കും. പേടിക്കാൻ വേണ്ട. നമ്മൾ കണ്ണും കാതും തുറന്നിരുന്നാൽ ഓരോ കാലഘട്ടത്തിലും ലഭിക്കേണ്ട ഇൽമ് വളരെ കൃത്യമായി ഉമ്മത്ത് മുസ്ലിമത്തിൽ ലഭിക്കും. പേടിക്കണ്ട. പക്ഷെ അവൻ സദീദായി മുന്നോട്ട് പോകണം. അവൻ്റെ ഹൃദയത്തിൽ വളവുണ്ടാകാൻ പാടില്ല. فأما الذين في قلوبهم زيغ فيتبعون ما تشابه منه ابتغاء الفتنة وابتغاء تأويله وما يعلم تأويله إلا الله والراسخون في العلم. ഹൃദയത്തിൽ വക്രതയുള്ള ആളുകൾ എന്ത് ചെയ്യും? ചില പദാർത്ഥങ്ങളുടെ പിന്നാലെ പോകും. എന്തിനാണ് അവരങ്ങനെ ചെയ്യുന്നത്? ഇബ്തിഗാ അൽ ഫിത്ന, ഫിത്ന ഉണ്ടാക്കാൻ വേണ്ടി. അതാണ് ഏത് കാലഘട്ടത്തിലും ബിദ്അത്തിന്റെ കക്ഷികൾക്ക് സംഭവിച്ചത്. അവർ പദങ്ങളുടെ അർത്ഥത്തിൻ്റെ പിന്നാലെ പോയി. പദങ്ങൾക്കിതിൽ വലിയ സ്ഥാനമില്ല, തീർച്ചയായും ഉണ്ട്. പക്ഷെ പദങ്ങൾക്കപ്പുറവും എന്തുണ്ട്? പദത്തിൻ്റെ പദാർത്ഥങ്ങൾക്കപ്പുറവും രഹസ്യങ്ങൾ കിടക്കുന്നുണ്ട്. ഖുർആൻ എന്നാൽ അറ്റമില്ലാത്ത രഹസ്യമാണ്. വഫിർന, നാം വിജയിച്ചു, ബിസിരിൻ, ഒരു ഖുർആന് കൊണ്ട്. അങ്ങനെ അർത്ഥം വെക്കാം. ഖബലന ലൈസ യഹ്ഫദു, നമുക്കും ഒരാൾക്കും അത് മനഃപ്പാഠമാക്കപ്പെട്ടിട്ടില്ല. അത് മനഃപ്പാഠമാക്കപ്പെട്ടത് നമ്മുടെ നബിക്കാണ്, നബിയിൽ നിന്ന് നമുക്കാണ്. മനസ്സിലായില്ലേ പറഞ്ഞത്? അതിലെല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഇനി ഇമാം മഹദി വരും റളിയല്ലാഹു അൻഹു. അവർ വിധി പറയുന്നത് അവർക്കൊന്നും വേണ്ട, എന്ത് മാത്രം മതിയാവും? ഖുർആൻ. ഈ ലോകത്ത് ഇന്ന് വരെ ഒരാൾക്ക് കണ്ടെത്താൻ കഴിയാത്ത വിജ്ഞാനങ്ങൾ ഈ കിതാബിൽ നിന്ന് ആര് കണ്ടെത്തും? ഇമാം മഹദി കണ്ടെത്തും. ലാ ശക്ക ഫീ. അവർ ഹാഫിദുൽ ഖുർആനായിരിക്കും, ഖുർആൻ മനഃപ്പാടുള്ളമാനായിരിക്കും. നമ്മൾ ജീവിതത്തിൽ കേൾക്കാത്ത അർത്ഥമായിരിക്കും അവർ പറയാം. അത് കൃത്യമായിരിക്കും. മനസ്സിലുണ്ട് പറഞ്ഞത്? അപ്പോൾ അത് വഹയില്ലാത്തൊരു വ്യക്തിയാണ്. ആ വ്യക്തിക്ക് വഹയില്ല. അപ്പോൾ വഹയുള്ള റസൂലുള്ളാഹിക്ക് ഇതിൽ നിന്ന് കിട്ടിയ വിവരം എത്രയായിരിക്കും? നാം വിജയിച്ചു. ഒരു രഹസ്യമുണ്ട്. ആ രഹസ്യം ഇസ്ലാം എന്ന് വെക്കാം, ഇനി എന്തും വെക്കാം. ഇനി എന്ത് വെക്കാം? വഹയു റസൂലില്ല, റസൂലുള്ളാഹിന്റെ വഹയി നോക്കാം. ഖുർആൻ മൂന്നാമത്തെ അർത്ഥമാണ്. ഒന്ന് ഇസ്ലാം, രണ്ട് ഖുർആൻ, മൂന്ന് വഹയു റസൂലില്ല, റസൂലുള്ളാഹി കിട്ടിയ വഹയി. അത് രഹസ്യം. ഒരു നബിക്കും, എല്ലാ നബിക്കും കിട്ടിയ സകല വഹയും അതിനുള്ളിലുണ്ട്. ഒരു നബിക്ക് കിട്ടാത്ത വഹയും അതിനുള്ളിലുണ്ട്. എല്ലാ നബിക്ക് കിട്ടിയ വിവരവും അതിനുള്ളിലുണ്ട്. ഒരു നബിക്ക് കിട്ടാത്ത വിവരവും, ഒരു നബിക്കും കിട്ടാത്ത വിവരവും അതിനുള്ളിലുണ്ട്. അപ്പം നമ്മൾ വിജയിച്ചവരാണ്. എന്തുകൊണ്ട്? ഇതൊക്കെ അല്ലാഹു നമുക്ക് തന്നില്ലേ. ഈ കൂട്ടത്തിലെ മുഅ്മിനീങ്ങളെ കൂട്ടത്തിലെ ഉന്നതന്മാരായ ആളുകളെ കാണുമ്പോൾ അമ്പിയാക്കൾക്ക് കൊതി വരുമെന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. കാരണം അവർക്ക് കിട്ടുന്ന സ്ഥാനം. ലൈസു ബി അംബിയാ വലാ ശുഹദാ വലാകിൻ യഗ്ബിതുഹുൽ അംബിയാ വശുഹദാ. അമ്പിയാക്കളും ശുഹദാക്കളും പഴയ കാലത്തെ ശുഹദാക്കളും വരെ ഈ ഉമ്മത്തിനെ കാണുമ്പോൾ കൊതിച്ചു പോകും. ഞങ്ങൾക്കിതൊന്നും വേണ്ടിയിരുന്നില്ല, ഞങ്ങൾക്ക് ഉമ്മത്ത് മുഹമ്മദായ മതി. അതാ മുഹമ്മദ്. അത് രഹസ്യം. നാം വിജയിച്ചു ബിസിരിൻ, ഒരു രഹസ്യമുണ്ട്. ആ രഹസ്യം ഇസ്ലാം എന്ന് വെക്കാം, ആ രഹസ്യം ഖുർആൻ എന്ന് വെക്കാം, ആ രഹസ്യം വഹ്യു റസൂലില്ല, റസൂലുള്ളാഹിയുടെ വഹ്യ് നോക്കാം. അപ്പോൾ ഖുർആൻ എന്നത് രണ്ടാമത്തെ അർത്ഥം. അത് രഹസ്യമല്ലേ? എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. ആയാതു ഹഖ്ഖിൻ മിനർ റഹ്മാനി മുഹ്ദസത്തുൻ قديمة صفة الموصوف بالقدم لم يقترن بزمان وهي يخبرنا عن المعاد وعن عد وعن رمي. آيات حق من الرحمن محدثة قديمة صفة الموصوف بالقدم يقترن بزمان وهي تخبرنا. ഒരു കാലഘട്ടത്തിലും ഖുർആൻ ആ
ആ കാലഘട്ടത്തിൻ്റെ വിവരങ്ങൾ പറയാതെ നമ്മളിലൂടെ കടന്നു പോയിട്ടില്ല. അതാണ് ഖുർആൻ. അതാത് കാലഘട്ടത്തിൽ വിട്ടു. ചിലപ്പോൾ കഴിഞ്ഞ കാലത്ത് മനസ്സിലാക്കിയതാവില്ല, അക്കാലത്ത് മനസ്സിലാക്കുക. ഈ കഴിഞ്ഞ കാലത്തിൻ്റെ ആവശ്യമില്ല. ഇപ്പം ഞാനും പറയും, നമ്മൾ യൂപ്രട്ടീസിൽ ഉണ്ടാവുന്ന സ്വർണ്ണമലകൾ പെട്രോളാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞ 2 കൊല്ലം മുമ്പ്. നേരത്തെ എൻ്റെ മനസ്സിലുള്ളൊരു കാര്യമാണ്. പിന്നെ അതിനെക്കുറിച്ച് പഠിച്ചു, പുസ്തകം. അപ്പം ഈ ചിലർ ചോദിക്കാം, എന്നാൽ പണ്ടത്തെ ഇമാമിങ്ങൾ എന്ത് ചെയ്ത് പറയാഞ്ഞു? പണ്ടത്തെ ഇമാമിങ്ങൾക്ക് പെട്രോൾ എന്നറിയോ? അല്ല, അങ്ങനത്തെ ഒരു സാധനം ഇല്ലല്ലോ. ഇപ്പം ഇമാം നവവി എന്തെന്നാ അവിടെ പെട്രോൾ എഴുതിയേക്കാഞ്ഞു? പെട്രോൾ എന്നൊരു വാക്ക് ആരെ കാലത്തില്ല? ഇമാം നവവിൻ്റെ കാലത്തില്ലല്ലോ. ആ സാധനമില്ലല്ലോ. ലോകം അറിയുന്ന രൂപത്തിൽ അത് പുറത്തു വരുന്നത് 1928. അതിന് മുമ്പ് ലോകം അല്പമുണ്ട്, അല്പം. മനസ്സിലാവേണ്ട പറഞ്ഞത്. വിമാനം എന്ന്, എന്തേ വിമാനം? വിമാനം എന്നത് ഖുർആനിലേ ഉണ്ട്. എന്തേ പണ്ട് ഇമാമിയങ്ങൾ വിമാനം എന്ന് ഖുർആനിൽ കണ്ടുപിടിക്കാഞ്ഞു? വിമാനം ഉണ്ടാകണമെങ്കിൽ വിമാന സാഹചര്യം ഉണ്ടാവണ്ടേ? ആദ്യമായി വിമാനം റൈറ്റ് പ്രദേശത്ത് വിമാനം ഉണ്ടാക്കുന്ന 1903. ഏഷ്യയിൽ പെട്രോൾ കണ്ടെത്തുന്നത് 1902. ഏഷ്യയിൽ പെട്രോൾ കണ്ടെത്തുന്നത് മസ്ജിദ് സുലൈമാനി എന്ന പട്ടണത്തിൽ, ഇറാനിലെ മസ്ജിദ് സുലൈമാനി പട്ടണത്തിലാണ് ആദ്യമായി ഏഷ്യയിൽ പെട്രോൾ കണ്ടെത്തുന്നത്. 1902. അല്ല, കിർക്കുക്കിൽ 1928. കിർക്കുക്ക് ഇറാഖിലാണ്. മസ്ജിദ് സുലൈമാനി നഗരാണ് ഫസ്റ്റ്. കിർക്കുക്ക് എന്ന് പറഞ്ഞാൽ ഒരു അത്ഭുതമാണ്. കിർക്കുക്ക് എന്ന് പറഞ്ഞാൽ, കിർക്കുക്കിലെ പെട്രോൾ പൊട്ടിയപ്പോൾ 5 ആൾ മരിച്ചുപോയി. അതിൻ്റെ ഫോഴ്സ് പെട്രോളും വന്നു. അപ്പോൾ പൈപ്പ് ശരിയാക്കിക്കൊണ്ടിരിക്കുന്ന 5 ആൾ തൽക്ഷണം മരിച്ചു. 7 നില കെട്ടിടത്തിൻ്റെ ഉയരത്തിലാണ് ആദ്യം തന്നെ പൊങ്ങിയത്. ടക്ക്, ഒറ്റപ്പോക്ക്. അപ്പൊ ഇത് പുറത്തു വരുമ്പോഴേ ഇതാണ് ആ പറഞ്ഞതെന്ന് മനസ്സിലാവുള്ളൂ. ഹബീബാ റസൂലുള്ളാഹിക്ക് എല്ലാം അറിയാം. ഹബീബാ റസൂലുള്ളാഹിക്ക് പെട്രോൾ എന്ന് പറയാൻ അല്ലാത്ത എല്ലാം അറിയാം, എല്ലാം അറിയാം. പക്ഷെ അത് പറയില്ല. പറഞ്ഞ ഉമ്മത്തിന് മനസ്സിലാവില്ല. ശത്രുക്കൾ വന്നിറങ്ങുന്നത് ഞാൻ കാണുന്നുണ്ട് എന്ന് ഹബീബാ നബി പറഞ്ഞു. മദീനയിൽ ശത്രുക്കൾ വന്നിറങ്ങുന്നത് ഞാൻ കാണുന്നു. മഴ പെയ്യും പോലെ എന്ന് പറഞ്ഞു. മഴ പെയ്യുന്നത് ഞാൻ കാണുന്നുണ്ട്. ഞാൻ കാണുന്നുണ്ട് ശത്രുക്കൾ മഴ പെയ്യും പോലെ ശത്രു വരാൻ അന്നത്തെ ഒരു സാഹചര്യമില്ല. അന്ന് 2 പോർട്ടേ ഉള്ളൂ. ഒന്ന് ലാൻഡ് പോർട്ട്, ഒന്ന് സീ പോർട്ട്. മഴ പെയ്യുമ്പോൾ ശത്രു വരണമെങ്കിൽ എയർപോർട്ട് വേണം. എയർപോർട്ട് എന്ന് പറഞ്ഞാൽ സിദ്ദീഖുൽ അക്ബർ മനസ്സിലാവുമോ? വഹീയുള്ള ഹബീബ റസൂലുള്ളാഹി. അതുകൊണ്ട് ലോകാവസാനം വരെ വരുന്ന എല്ലാം ഇന്ന് നമ്മളെ കയ്യിലുള്ള മൊബൈലും അതിൻ്റെ അപ്പുറം നാളെ കയ്യിൽ കുത്തിയിട്ട് വിളിക്കുന്ന മൊബൈലും ഒക്കെ ആർക്കറിയും? എല്ലാം റസൂലുള്ളാഹിക്ക് അറിയും. അള്ളാഹുവിൻ്റെ ഹബീബിനെ അറിയാത്തൊരു കാര്യം ലോകാവസാനം വരെ സംഭവിക്കില്ല, ഒരിക്കലും സംഭവിക്കില്ല. കാരണം അരനബി പറയാം, അരനബി ലോജിക്ക് പറഞ്ഞുതരാം, വെറുതെ തലാട്ടണ്ട. ഈ ലോകത്തിൻ്റെ അവസാനം വരെ നടക്കുന്ന എല്ലാ കാര്യം നബിക്ക് അറിയും. എന്താ തെളിവ്? എല്ലാ കാലത്തിൻ്റെയും നബിയാണ് എന്നതാണ് തെളിവ്. ഒരു നബിക്ക് ആ സമാനിൻ്റെ തഹദ്ദിയാത്ത് അറിയാതിരിക്കാൻ പാടില്ല. ആ കാലത്തിൻ്റെ വെല്ലുവിളിയും ആ കാലത്തിൻ്റെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും അറിയാത്ത ഒരാൾ ആ കാലത്തിൻ്റെ നബി ആവാൻ പറ്റില്ല. ലോകാവസാനം വരെ വരുന്ന നബിയാണെങ്കിൽ ലോകാവസാനം വരെയുള്ള മുഴുവനും ഹുതൂബകൾ, വിഷയങ്ങൾ, ഇഷ്യൂസുകൾ എല്ലാം ആർക്കറിയണം? നബിക്ക്. ഇല്ലെങ്കിൽ നബി അക്കാലത്തെ മാത്രം നബിയാണ് നമ്മൾ പറയേണ്ടി വരും. നമ്മൾ ലോകാവസാനം വരെ നബിയാണെങ്കിൽ ലോകാവസാനം വരെയുള്ള പ്രശ്നങ്ങൾ ആർക്കറിയണം? പറയട്ടെ. അതുകൊണ്ടാണ് കവാഖിൽ ഖത്രി എന്ന് അന്ന് പറഞ്ഞത്. ഇന്ന് നമ്മൾ എന്ത് വ്യാഖ്യാനിക്കണത്? വിമാന നബി കണ്ടിട്ടാണ് പറഞ്ഞത്. ഇന്നിയാറാ ഞാൻ കാണുകയാണ്, ഞാൻ കാണുകയാണ്. അന്നൊക്കെ മവാഖിൽ ഖത്രി എന്ന് പറയാൻ ഒരു ന്യായവും ഇല്ല. മഴത്തുള്ളി
മഴത്തുള്ളി ഇങ്ങനെ ഭൂമിയിൽ പതിക്കും പോലെ ആര് വരുന്നുണ്ട്? ശത്രു വരുന്നത് ഞാൻ കാണുന്നുണ്ട് എന്ന് പുണ്യ റസൂൽ പറഞ്ഞപ്പോൾ, പുണ്യ റസൂലിൻ്റെ കാലത്ത് ശത്രു വരാൻ 2 വകുപ്പേ ഉള്ളൂ. ഒന്ന്, ഭൂമിയിലൂടെ നടന്നോ കുതിര ഓടിച്ചോ വരണം, അല്ലെങ്കിൽ കടലിലൂടെ കപ്പൽ മാർഗം വരണം. ഇങ്ങനെ വരാനൊരു പറഞ്ഞ വാക്കുകൾ ചിന്തിക്കും. അപ്പൊ വിമാനം എന്നത് ആരെ കണ്ണിലുണ്ട്? റസൂലുള്ളാഹിന്റെ കണ്ണിലുണ്ട്. ഇനി ആ വിമാനം എന്നത് അതിനേക്കാൾ വലിയൊരു വിമാനങ്ങളാണെങ്കിലും റസൂലുള്ളാഹിന്റെ കണ്ണിലുണ്ട്. ഇനിയിപ്പോൾ ഇന്നൊന്നും നമ്മൾ കാണാത്ത വിമാനങ്ങളുണ്ടാവും, സംവിധാനങ്ങൾ, വിമാനമല്ലാത്ത പുതിയ പേരും കണ്ടുപിടിക്കപ്പെടാം. അതും ആര് കണ്ണിലുണ്ട്? ഇനി ആറാ ഞാൻ കാണാം. അത് ഈ ഹദീസ് വ്യാഖ്യാനിക്കുമ്പോൾ ഇത് വിമാനമാണ് എന്ന് അവിടെ ഹദീസിന്റെ താഴെ എന്തേ ഒരു ഇമാം എഴുതാഞ്ഞു എന്നാ ഇപ്പോഴത്തെ വിഡ്ഢി സൂപ്പികൾ ചോദിക്കുന്നത്. എന്തവരോടൊക്കെ മറുപടി പറയാം? നമ്മൾ മനസ്സിലാക്കിയതിൽ വലിയ പിഴവുണ്ട്. അത് ഈ പിഴവ് എന്താണെന്ന് വെച്ചാൽ അത് പിഴവുമല്ല, ഇനി അത് പിഴവല്ല. എന്തുകൊണ്ട് അത് കഴിഞ്ഞ കാലത്ത് അത് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. ആ കാലത്തിൻ്റെ ഹദീസ് അല്ലത്, ആ കാലത്തിൻ്റെ മനസ്സിലായില്ല, ആ കാലത്തിൻ്റെ ഹദീസ്. ഉദാഹരണം പറയാം, നിങ്ങളെ കയ്യിൽ എന്ത് ചെയ്തു? ഇപ്പോൾ ഒരു കാറ്ററിംഗ് സർവീസ് വന്നിട്ട് നിങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ തന്നു. നിങ്ങൾക്ക് ശേഷം ഇവിടെ 10 മണിക്ക് 11 മണിക്ക് 12 മണിക്ക് ഒരു കൂട്ടർക്ക് ക്ലാസ് ഉണ്ട്, 3 മണിക്ക് വേറെ കൂട്ടർക്കും ക്ലാസ് ഉണ്ട്. അവർക്ക് മുഴുവനും ഒരു കാറ്ററിംഗ് സർവീസിൽ കൊണ്ടുവന്ന് ഭക്ഷണം എത്തിച്ചു നോക്കുക. എങ്കിൽ നിങ്ങൾക്ക് തരുന്ന ഭക്ഷണം അവരെന്ത് ചെയ്യും? പ്ലേറ്റിൽ തരും. നിങ്ങൾക്ക് ശേഷം വരുന്ന ആളുകൾക്കുള്ളത് അവരെ അടച്ച് ഭദ്രമാക്കി തരും. ഇതെല്ലാം നിങ്ങളെ ഏൽപ്പിച്ച് പോകും. നിങ്ങൾക്ക് തന്നത് പ്ലേറ്റിൽ തരും. എന്തുകൊണ്ട്? അതിപ്പോൾ നിങ്ങൾ കഴിക്കേണ്ടതാണ്. പിന്നെ 10 മണിക്കാർക്കുള്ള ക്ലാസ്സിൻ്റെ അവർക്കുള്ള ഭക്ഷണത്തിൻ്റെതും 12 മണിക്കാർക്കുള്ളതും 2 മണിക്കാർക്കുള്ളതും അടച്ച് നിങ്ങളെ കയ്യിൽ തന്നാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് പ്ലേറ്റ് തന്നത് ബാക്കിയുള്ളത് എന്ത് ചെയ്യുക? അടുത്ത 10 മണിക്കാർ വന്നപ്പോൾ നിങ്ങൾ ഈ 3ഉം അവരെ കയ്യിൽ ഏൽപ്പിക്കും. എന്നിട്ട് അവർ പറയും നിങ്ങൾക്കുള്ളത് ഇതാണ്, മറ്റത് 12 മണിക്കാരതും മറ്റേ 2 മണിക്കാരതും കൊണ്ട് പറഞ്ഞു. അപ്പോൾ പിന്നെ 10 മണിക്കാർ വന്നു, 10 മണിക്കാർ ഇവരിൽ നിന്ന് വാങ്ങി. അപ്പോൾ അവരെന്താ ചെയ്യുക? അവർക്ക് അടയാളം വെച്ചിട്ടുണ്ടോ 10 മണിന്ന് അതിൻ്റെ ഇഷാറത്ത് എഴുതിയ അത് കഴിക്കും, അത് തുറന്നു വെച്ചാൽ. അപ്പം ഈ 10 മണിൻ്റെ പ്ലേറ്റിൽ എന്താണുള്ളതെന്നും 12ൻ്റെയും 2ൻ്റെയും പ്ലേറ്റിൻ്റെ അതിൻ്റെ ആ അടച്ച് ഭദ്രമാക്കപ്പെട്ട അതിൻ്റെ ഉള്ളിലുള്ള ഭക്ഷണം എന്താണെന്ന് ആർക്കറിയില്ല. 8 മണിക്കാർക്ക് അറിയില്ല. 10 മണിക്കാർക്ക് എന്തറിയും? മനസ്സിലായില്ല. 8 മണിക്കാർക്ക് കൊടുത്ത ഭക്ഷണം എന്താണെന്ന് ഇവർ കണ്ടിട്ടുണ്ട്, അതും അറിയും. ഞങ്ങൾക്കുള്ള ഭക്ഷണവും അവർക്കറിയും. അതേസമയത്ത് 12 മണിക്കാർക്കും 2 മണിക്കാർക്കുള്ള കിറ്റ് അവരെ ഏൽപ്പിക്കാനേ ഉള്ളൂ. അവർക്കതെന്താണെന്ന് അറിയില്ല. അതവർ കുഴപ്പമില്ല, അതവർക്കറിയണ്ടേ ആവശ്യമില്ല. അക്കൂട്ടത്തിൽ ഒരാൾ അതിൽ പൊട്ടിച്ചാൽ പോകുന്ന വാല്യമല്ല. ഈ മണ്ടൂസുകൾക്ക് എന്തറിയും? ഇപ്പം ഇവർക്ക് പെട്രോൾ എഴുതി കൊടുക്കണം ഹദീസിൻ്റെ താഴെ. മണ്ടൂസുകളെ എന്തിനീ മണ്ടൂസുകൾ തലയിൽ കിട്ടണം? നിങ്ങളെന്താ മനസ്സിലാക്കാത്ത കുട്ടികളെ? ഇതൊന്നും അല്ലാത്ത ചില വിവരൻ്റെ കയ്യിലുണ്ട്. പറഞ്ഞാൽ പറഞ്ഞ കേരളം അപ്പം കത്തും. അപ്പൊ ഒരു കത്തിലൊന്ന് അടങ്ങിക്കോട്ടെ, കത്തിരിക്കാൻ പൊട്ടിക്കുന്നുള്ള കാര്യം ഓർത്ത്. എന്തുകൊണ്ട്? ഖിയാമത്ത് നാളിനെ കുറിച്ചുള്ള ഹദീസുകളിൽ മുസ്ലിമീങ്ങൾ മണ്ടൂസുകളാണ്, മരമണ്ടൂസാണ്. നിങ്ങൾ വിചാരിച്ച ഒന്നല്ല, പലതിലും പിഴവച്ചിട്ടുണ്ട്. പിഴവല്ല. പക്ഷെ ഇനിയും അത് കുറുക്കനാമൂട്ടിയമാതിരി ഇരിക്കൽ പിഴവാണ്. ഈ 10 മണിക്കാർക്ക് അവർക്ക് ഷാർത്തൊക്കെ മറ്റേ 10 AM എന്ന് എഴുതിയിട്ട് അത് അവർ കഴിച്ചു. ഇനി 12 PM അല്ലെങ്കിൽ മനസ്സിലായില്ലേ, 12 AM അല്ലെങ്കിൽ 2 PM എന്ന് എഴുതിയ സാധനങ്ങളുണ്ട്. ആ സാധനങ്ങൾ അവരെന്ത് ചെയ്യുക? മറ്റൊരു വന്നപ്പോൾ ഏൽപ്പിച്ചു. ഇതവർ തുറക്കാനേ പാടില്ല.
കാരണം അത് അവർക്കുള്ളതല്ല. മനസ്സിലായി പറഞ്ഞത്? അങ്ങനെ 2 മണിക്കാർ വന്നപ്പോൾ 2 മണിക്കാർക്ക് എന്തറിയും? ഇവിടെ 8 മണിക്ക് തിന്നതും 10 മണിക്ക് തിന്നതും 12 മണിക്ക് തിന്നതും ആർക്കറിയും? 2 മണിക്കാർക്ക് അറിയും. പിന്നെ അവർ തിന്നണതും അറിയും. അത് കഴിഞ്ഞ് 4 മണിൻ്റെ ക്ലാസ് എടുക്കേണ്ടത് അവർക്ക് വേറെ ഭക്ഷണമാണ്, അവർ വേറെ പെട്ടിയിലാണ് അടക്കം ചെയ്ത് തന്നിട്ടുള്ളത്. അത് ഇവർക്കറിയൂല. ഇവരത് എന്ത് ചെയ്യേണ്ടേ ഉള്ളൂ? അത് കൈമാറാം. ഇനി കാറ്ററിംഗ് സർവീസിനെ പറ്റി ചിന്തിക്കുക. അവരോ ഇതെല്ലാം അറിയും. എല്ലാ സമയത്തേക്കുള്ള സാധനം അവർ ഏൽപ്പിച്ചിട്ടും ഉണ്ട്. അതാത് പാർട്ടി അതാത് പ്ലേറ്റ് തൊട്ടിച്ച് കഴിക്കുക. കറക്റ്റല്ലേ? ലോകാവസ്ഥ അതല്ലേ? ഇന്നത്തെ പകല് മുഴുവനും 5 കൂട്ടർക്ക് ഭക്ഷണം കൊടുക്കേണ്ട ആളാരാണ്? ആ കാറ്ററിംഗ് സർവീസുകാരാണ്. അവർക്ക് ഓരോരുത്തർക്കുള്ള ഭക്ഷണം അറിയും. അതിൻ്റെ ശേഷമുള്ള ഭക്ഷണം ഇവർക്ക് ദഹിക്കൂല എന്ന് പറയും. മുമ്പുള്ളവരുടെ ഭക്ഷണം അങ്ങനെ തിന്നിട്ട് ഇവർക്ക് കാര്യമില്ല എന്ന് പറയും. നമുക്ക് പറഞ്ഞ മനസ്സിലായോ? ഇനി അതിൽ രാത്രിക്കാർക്കുള്ള കൂടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും? അത് ഒരു സല്ലാജിലോ മറ്റുള്ള ഫ്രൂട്ട്സിൻ്റെ കെട്ടായിരിക്കും. കാരണം രാത്രി വളരെ നോർമലി ഭക്ഷണം പറ്റുള്ളൂ. അതിൻ്റെതായ സൗകര്യങ്ങളിൽ അതെല്ലാം കൊടുത്തു പോയിട്ടുണ്ട്. ഇതെല്ലാം ആർക്കറിയും? ഈ കാറ്ററിംഗ് സർവീസ് ഓനാണ് അടക്കം ചെയ്തത്, ഓനാണത് കൊടുത്തത്. പുണ്യ റസൂൽ ലോകാവസാനം വരെയുള്ള മുസ്ലിമീങ്ങൾ തിന്നേണ്ട ഇൽമ ഖുർആനിലും അള്ളാഹു വെച്ചത് നബിക്കറിയും. അതിൻ്റെ വഹി ഹബീബ നബിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അതാത് കാലഘട്ടത്തിൽ ആളുകൾക്ക് അള്ളാഹുവിൻ്റെ ഹൃദയം തുറന്നു കൊടുക്കും. അപ്പോൾ അവർക്കത് മനസ്സിലാവും. അതിൻ്റെ മുമ്പുള്ള ആൾക്ക്. അപ്പം ഇനി ഒരാൾ ചോദിക്കുകയാണ്, ഇത് പെട്രോളാണെന്ന് പറയുമ്പോൾ അത് യൂഫ്രട്ടീസിലെ സ്വർണ്ണമലകൾ പെട്രോളാണ് എന്ന് പറയുമ്പോൾ അപ്പോൾ പിന്നെ ഇനി എൻ്റെ ഇമാം ബുഖാരി ഇന്ന് അങ്ങനെ എഴുതിയോ, ഇമാം മുസ്ലിം എഴുതിയോ? അവർക്ക് അതിനെ പറ്റി അറിയേണ്ടേ ഇല്ലല്ലോ. അത് അവരെ സമയത്ത് തുറക്കേണ്ട പെട്ടിയല്ലല്ലോ. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായില്ല. ഇനി ഇതിനേക്കാളും ലളിതമായൊരു ഉദാഹരണം എനിക്കിതിന് പറയാനറിയില്ല. അപ്പൊ എന്തുകൊണ്ട് ഈ കാറ്ററിംഗ് സർവീസുകാരൻ ഇക്കാലത്ത് 2 മണിക്കും 10 മണിക്കും 4 മണിക്കും 8 മണിക്കും രാത്രി ഇനി വേറെ 8 മണിക്കാണെങ്കിൽ അതിനൊക്കെ ഉള്ള ഭക്ഷണം ഏൽപ്പിക്കപ്പെട്ട ആളാണ് ആര്? ഈ കാറ്ററിംഗുകാരൻ. ആ കൊടുത്തിരിക്കും. അത് അതിൻ്റെ അറ്റ്മോസ്ഫിയറിൽ അത് സംരക്ഷിക്കപ്പെടുന്ന രൂപത്തിൽ കൊടുത്തിരിക്കും. അത് എന്തുകൊണ്ട് 8 മണിക്ക് ഉള്ള ഭക്ഷണം കിട്ടിയിട്ടില്ലെങ്കിൽ കുറ്റം പറയില്ലാരെ? രാത്രി 8 മണിക്കുള്ള ഭക്ഷണം കിട്ടിയിട്ടില്ലെങ്കിൽ ഇവിടെ കുറ്റം പറയില്ല അവരെ? 4 മണിക്കാരെയാണോ? അല്ല. 2 മണിക്കാരും അല്ല. ആരെ പറയാം? കാറ്ററിംഗിനെ പറയാം. എന്തുകൊണ്ട്? കാറ്ററിംഗ് അന്നത്തെ ദിവസത്തിന് മൊത്തം ഏൽപ്പിക്കപ്പെട്ട ആളാണ്. ഇതാണ് മുഹമ്മദ്. ഒരു കാലത്തെ വിജ്ഞാനം കിട്ടിയിട്ടില്ലെങ്കിൽ നബിയല്ലേ ആക്ഷേപിക്കപ്പെടുക? അതൊന്നും ഇസ്ലാമിലില്ല എന്നറിയാൻ പറ്റും. വിമാനത്തിനെ പറ്റി ഖുർആനിലില്ല എന്നറിയാൻ പറ്റും. എന്നാൽ ഏതെങ്കിലും തഫ്സീർ നോക്കി വിമാനം കിട്ടുമോ? മണ്ടൂസുകളെ എന്താ അവരൊക്കെ വിചാരം? എന്നിട്ട് അവർക്ക് ബുഖാരിൻ്റെ താഴെ നമ്മൾ പെട്രോൾ എഴുതി കാണിച്ചു കൊടുക്കണം. അങ്ങനെ ഒഴിഞ്ഞ ബുഖാരിനെ കൊണ്ട് ഞാൻ എഴുതി തരാം. എന്താ ഈ മണ്ടൂസുകളോട് പറയാം? ഹദീസ് തന്നെ. ഇനി അതിന് അന്നത്തെ മൂല്യം അവരർത്ഥം വെച്ചിട്ടുണ്ടാവും. അവരർത്ഥം വെച്ചിട്ടുണ്ടാവും. ആ അർത്ഥം അതിലവർക്ക് പേച്ചിട്ടൊന്നുമില്ല. അന്ന് പേച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ഇന്നത് മതിയാവില്ല. ഇന്നതല്ല. ഇനി ഇതൊന്നും അല്ലാത്തൊരർത്ഥം മഹദീമ വെക്കും. അത് ഒരു കിതാബിലുണ്ടാവില്ല. എന്തുകൊണ്ട്? അത് മഹദി വരുമ്പോഴേ ആവശ്യമുള്ളൂ. പിന്നെ എങ്ങനെ വേറെ കിതാബിൽ അറിയുന്നു? അത് ആർക്കേ അറിയൂ. അപ്പം മറ്റുള്ളവരെ പണി എന്താ പറയേ? ഇവിടെ 10 മണിക്കും 10 മണിക്കും അല്ല കയ്യിൽ തന്നെയാണ് ഈ സാധനം ഉള്ളത്. അവർ എന്തേൽപ്പിക്കുന്നത്? ഓലത് തിന്നത് അടുത്ത ആളുകൾക്കുള്ളത് അവിടെ സൂക്ഷിച്ചു വെക്കണം. അത് അവർ പൊട്ടിച്ച് തിന്നോളും. 2 മണിക്കാർ 10 മണിക്കാർ പോകുമ്പോൾ 12 മണിക്കാരോട് പറയും, പിന്നെ 2 മണി 4 മണി 8 മണിക്കൊക്കെ ഉള്ള ഭക്ഷണം പെടണ്ട്, നിങ്ങൾ സൂക്ഷിക്കണേ, നിങ്ങളത് എടുത്താൽ മതി. അങ്ങനെ പോകും. അതിലെന്താ ഉള്ളത്? അത് ഞങ്ങൾക്കറിയില്ല. സാധനത ഇനി എന്താ ഞങ്ങൾ പറഞ്ഞുതരാം? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ചിന്തിക്ക്.
8 മണിക്കാരുടെ ഭക്ഷണത്തിലുള്ളത് ചായ, ദോശ. ഒരിക്കതിനപ്പുറമൊന്നും അറിയുന്നല്ല. മനസ്സിലായി പറഞ്ഞത് 12 മണിക്കാർക്ക് ചിക്കൻ ബിരിയാണിയാണ്, 4 മണിക്കാർക്കാകട്ടെ ബ്രോസ്റ്റാണ്. ഇതൊന്നും ഈ ബ്രോസ്റ്റ് എന്ന് പറയാൻ തന്നെ ആർക്കറിയില്ല. പറയുടെ ചങ്ങായി 8 മണിക്കാർക്ക് ബ്രോ തന്നെ അറിയില്ല. പിന്നെന്ത് ബ്രോസ്റ്റ് എന്നൊരു പറയാൻ? ഓരോരു തിന്ന കിതാബിലുള്ളത് എഴുതി, അത്ര തന്നെ. എന്നിട്ട് സൂക്ഷിച്ചു വെച്ചു. ഇനി മഹ്ദി ഇമാം ഇതേ ഖുർആൻ ഒരു ഹർഫ് കൂട്ടൂല, ഒരു ഹർഫ് കുറക്കൂല. ഈ ലോകത്തൊരാൾക്കും ഇതിന് കഴിയൂല. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. അതങ്ങനെ തന്നെ നിലനിൽക്കും. അതിൻ്റെ ഉള്ളിൽ നിന്ന് 1-ാം കാലത്തെ ഇമാമിയങ്ങൾ, 1-ാം കാലത്തെ ജനങ്ങൾ അവരുടെ വിജ്ഞാനത്തെ കണ്ടെത്തി. 2-ാം നൂറ്റാണ്ടിലെ ജനങ്ങൾ അവരുടെ വിജ്ഞാനത്തെ കണ്ടെത്തി. 3-ാം നൂറ്റാണ്ടിലെ വിജ്ഞാനങ്ങൾ അവരുടെ കാലത്തിൻ്റെ വിജ്ഞാനത്തെ കണ്ടെത്തി. എന്നിട്ട് അടുത്ത തലമുറയ്ക്ക് ഇതേ കലാമ് കൊടുത്തു. നമ്മൾ ഇന്നീ വെക്കുന്ന ഒരർത്ഥമാവില്ല മഹ്ദി ഇമാമൊക്കെ റളിയല്ലാഹു അൻഹു. അവർക്ക് ആ കണ്ണ് അള്ളട് കൊടുക്കും. ഈ കണ്ണിനൊക്കെ തുറപ്പിക്കുന്ന ആളാരാ? അല്ലാഹു. ഇതെല്ലാവർക്കും അറിയും. റസൂലുള്ളാഹിക്ക് അറിയും. റസൂലുള്ളാഹിന്റെ ജവാമിഉൽ കലിമ എല്ലാം കിട്ടും. എല്ലാം നബിക്ക് അറിയും. കാരണം നബി ആരാണ്? നബി ആരാ? മബ്ഊസുൻ ഫീ കുല്ലി സമാനിൻ. മബ്ഊസുൻ ഫീ കുല്ലി സമാനിൻ. എല്ലാ സമാനിലും നിയോഗിക്കപ്പെട്ട വ്യക്തിയാണ്. ഈ കാറ്ററിംഗിനെ പറ്റി പറഞ്ഞ മാതിരി നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായില്ലേ? എല്ലാ സമാനിലും നിയോഗിക്കപ്പെട്ട നബിയാണ് ആര്? പറയണ ആര്? ഹബീബ് റസൂലുള്ളാഹ്. അപ്പൊ ഇന്ന് നിങ്ങൾ ഈ ഇന്റർനെറ്റും മറ്റൊന്നും നബിക്കറിയില്ല എന്ന് പറയാൻ പറ്റില്ല. പറഞ്ഞാൽ അവൻ നബിയെ പറ്റി മനസ്സിലാക്കിയതല്ലേ. നബി ഒക്കെ കണ്ടതാണ്. നിങ്ങൾ ഈ കാണുന്നത് ഈ ലോകാവസാനം വരെയുള്ള എല്ലാ കാര്യം നബി കണ്ടതാണ്. നബി കാണാത്ത ഒന്നും ഈ ലോകത്തില്ല. കാരണം നബി മബ്ഊസുൻ. ഇന്ന് രാവിലെ, ഇന്ന് 2026 ഫെബ്രുവരി, പറ എന്നെ 2026 ഫെബ്രുവരി 14 അല്ലേ, 14 അല്ലേ? ഇന്ന് ലോകത്തിൽ നബി ആരാ? ഇന്ന് ലോകത്തിൽ നിയോഗിക്കപ്പെട്ട നബി ആരാ? മുഹമ്മദ് മുസ്തഫ. ആയിക്കോട്ടെ, എന്തെനിക്ക് നാളെ 15 ഫെബ്രുവരി 15 2026 ഫെബ്രുവരി 15 നാളെയെങ്കിൽ നാളത്തെ നബി മുഹമ്മദ് മുസ്തഫയാണ്. മറ്റന്നാളത്തെ നബി മുഹമ്മദ് മുസ്തഫയാണ്. അപ്പൊ ആ സമാനിൽ ഒരു പുതിയ അത്ഭുതം സംഭവിച്ചു. ആ അത്ഭുതം സംഭവിച്ച നേരത്ത് ഒരു ആലിമ് മനസ്സിലാക്കും. എന്ത്? മുസ്ലിം ഉമ്മത്തിന് ആ വിവരം കിട്ടിയിരിക്കും. അത് ഏതെങ്കിലും ഒരാളെ വായിലൂടെ കിട്ടും. അത് അള്ളാഹു തുറന്നു കൊടുക്കും ഒരാൾക്ക്. ആ ആൾ പറയും അത് ഇതാണ് കേട്ടോ, ഖുർആനിലാ പറഞ്ഞത് ഇതാണ്. അപ്പം നിഷേധിക്കരുത്, അത് സത്യമാണ്. ഇതൊന്നല്ലേ നമുക്ക് ഞാൻ പറഞ്ഞ 10 അടയാളങ്ങളിൽ പിഴവ് വെച്ചിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കിയതാവൂലത്. എനിക്ക് വാശിയൊന്നുമില്ല. പക്ഷെ അതേ സമയത്ത് പല അടയാളങ്ങളെ പറ്റി നമ്മൾ മനസ്സിലാക്കിയ തെറ്റാണ്. ആ അടയാളമില്ല എന്നല്ല, ആ അടയാളമുണ്ട്. പക്ഷെ അടയാളത്തെ നമ്മൾ മനസ്സിലാക്കിയ തെറ്റായിരിക്കും. അത് നമ്മളെ സമാനിലെ അത് മനസ്സിലാക്കേണ്ടതുള്ളൂ. അതിന് മുമ്പ് അത് മനസ്സിലാക്കേണ്ടതില്ല. പിന്നീട് ഞാൻ പറയാം ഇൻഷാ അല്ലാഹ്. ഉണ്ട്, ഞാൻ വിഷയങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കണം. ഒരു വിഷയം, ഒരു ഗൗരവമായ ഖിയാമത്ത് നാൾ വിഷയം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കണം. അത് ഞാൻ 2026 പറയും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അത്ഭുതകരമായ വിഷയമാണ്. നമ്മൾ മനസ്സിലാക്കിയ തോന്നുന്നു ഭയങ്കര തെറ്റ്. ചെറിയ തെറ്റൊന്നുമില്ല, വലിയ തെറ്റുമ്മൽ തെറ്റ്. അതോടുകൂടി നിങ്ങൾ കേരളത്തിലെ എല്ലാവരും ഇന്ന് ഇസ്ലാം നിവൃത്താക്കും. അത്ഭുതകരമായ വിവരം ഞാൻ 2026 പറയും. അത് അത്ഭുതകരമായ വിവരമാണ്. ആ വിവരത്തിൽ മുമ്പ് അങ്ങനെ പറഞ്ഞിട്ടില്ല. അതിൻ്റെ ഒരു തൗഫീഖ്, എത്ര വലിയ ആളാണ്ടാവും. ഒരു തൗഫീഖ് റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. പിന്നെ പഠിക്കാണ്ടൊരു ജിജ്ഞാസ, പഠിക്കാൻ തന്നെയാണ് ഒരു വിഷയം. എന്തുകൊണ്ട് ആ വിഷയം പുറത്തു വരൽ? ആ വിഷയം